ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ആണ് ഇപ്പോൾ സജി ചെറിയാൻ ആ പ്രതികരണത്തിലൂടെ നടത്തിയത് എന്നതാണ് എബി കുര്യാക്കോസ് പറയുന്നത്. വർഗീയ പരാമർശം നേരത്തെ നടത്തിയ സ്ഥാനാർത്ഥി ഇപ്പോൾ അതിനെ മറികടക്കാനായാണ് തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ രാഷ്ട്രീയ പശ്ചാത്തലം മറച്ചുവെക്കുന്നത് എന്നുകൂടി എബി കുര്യാക്കോസ് പറയുന്നു. പരാജയഭീതി മണത്തറിഞ്ഞപ്പോൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മ്ലേച്ഛമായ പ്രസ്താവനയാണ് നടത്തിയത്. അതിൽ യാതൊരു വാസ്തവുമില്ല. അദ്ദേഹം നടത്തിയ പ്രസ്താവന നിയമവിരുദ്ധമാണ്. അതിനെതിരെ ചെങ്ങന്നൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വീണ്ടും ഇത്തരം ജനങ്ങളെ വിഭജിച്ച് 10 വോട്ട് കിട്ടണം, അതിനുവേണ്ടിയുള്ള നടപടികളായിട്ട് നീങ്ങിയാണ് അത്യന്തം പ്രതിഷേധാർഹമാണ്. രാഷ്ട്രീയ മാന്യതയ്ക്ക് നിരക്കാത്ത പ്രസ്താവനകൾ LDF നടത്തുന്നു, അവരുടെ സ്ഥാനാർത്ഥി നടത്തുന്നു. എത്രയും പെട്ടെന്ന് ഇത്തരം പ്രസ്താവനകൾ പിൻവലിച്ച് അദ്ദേഹം ജനങ്ങളോട് മാപ്പ് പറയണം. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഗൗരവമായിട്ടാണ് കാണുന്നത്, രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. LDFും BJPയും അവരുടെ രാഷ്ട്രീയ മാന്യത വെച്ചാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാമല്ലോ, ഇവിടെ മത്സരം UDFും BJPയും തമ്മിലാണ്. യഥാർത്ഥ ചിത്രം അതല്ലല്ലോ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത്തരം പ്രസ്താവനകളുമായി, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനകളുമായി അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും ഇത് തിരിച്ചറിയുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെസ്, ശരണ്യ സ്നേഹജൻ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, കേരളത്തിലെ ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ നടക്കുന്ന മറ്റൊരു മണ്ഡലം ആണിത്. പ്രത്യേകിച്ച് നിലവിലെ മന്ത്രി തന്നെയാണ് മത്സരരംഗത്ത് ഉള്ളത്. സജി ചെറിയാൻ ഒരിക്കൽ വിവാദ പരാമർശത്തിലൂടെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നു. ഭരണഘടനയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ കുന്തവും കുടച്ചക്രവും എന്ന പരാമർശം വലിയ തോതിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്. ഇപ്പോഴിതാ BJPയും LDFും തമ്മിലാണ്, അല്ലെങ്കിൽ NDAയും LDFും തമ്മിലാണ് പോരാട്ടം എന്ന നിലയിലേക്ക് അവസാന ലാപ്പിൽ സാഹചര്യങ്ങൾ എത്തുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതിന് മറുപടിയുമായാണ് UDF സ്ഥാനാർത്ഥി എത്തുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് മണ്ഡലത്തിലെ പോരാട്ടം കനക്കുന്നത് ശരണ്യ? അഭിലാഷ, നമുക്കറിയാം ചെങ്ങന്നൂർ മണ്ഡലം അത്തരത്തിലൊരു ഇടതുപക്ഷ മണ്ഡലമല്ലായിരുന്നു. രാമചന്ദ്രൻ നായരിലൂടെയാണ് ചെങ്ങന്നൂർ പിടിച്ചെടുക്കുന്നത്. പിന്നീട് അത് സജി ചെറിയാനിലൂടെ ബൈ ഇലക്ഷൻ വരുന്നു. സജി ചെറിയാൻ അദ്ദേഹത്തിന്റെ മരണശേഷം, അതായത് രാമേന്ദ്രൻ നായരുടെ മരണത്തിന് ശേഷം പിന്നീട് അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ടേമും അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ളതാണ്. തുടർച്ചയായി ഇപ്പോൾ ചെങ്ങന്നൂരിൽ ആദ്യ ടൈം അദ്ദേഹം രാമേന്ദ്രൻ നായരുടെ മരണത്തിന് ശേഷവും പിന്നീട് ഒരു ടൈം കഴിഞ്ഞു മൂന്നാമത്തെ ടൈമിലാണ് മത്സരത്തിലേക്ക് ഇറങ്ങുന്നത്. തീർച്ചയായും സജി ചെറിയാന് കൃത്യമായ ഒരു ആധിപത്യമുള്ള ഒരു ഇടമാണ് ചെങ്ങന്നൂരെങ്കിൽ നിലവിലത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഒപ്പം തന്നെ അവിടുത്തെ ഒരു മത്സരവും നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നല്ല മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തെരഞ്ഞെടുപ്പിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ ഡീൽ വിവാദത്തിൽ ഉയർത്തപ്പെട്ട ഒരു മണ്ഡലം, അല്ലെങ്കിൽ ആ ഒരു ആരോപണം പഴി കേൾക്കേണ്ടി വന്ന ഒരു മണ്ഡലമാണ് ഈ ചെങ്ങന്നൂർ എന്നുള്ളതാണ്. കാരണം BJP അവിടെ ശക്തനല്ലാത്തൊരു സ്ഥാനാർത്ഥിയെ ഇട്ടത് അത് CPMനെ സഹായിക്കാനാണ് എന്നുള്ള ഒരു ആരോപണം ഉയർന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആളാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ഇറങ്ങുന്നു എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അങ്ങനെ അത്തരത്തിൽ വരുമ്പോൾ, നേരത്തെ പരാജയപ്പെട്ട ഒരാളെ വീണ്ടും ഇറക്കുമ്പോൾ അവരുടെ A ക്ലാസ് മണ്ഡലത്തിൽ എന്തുകൊണ്ട് കൃത്യമായൊരു മത്സരം കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഈ ആലപ്പുഴയുടെ അല്ല, കേരളത്തിന്റെ തന്നെ രാഷ്ട്രീയത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. അത് BJPയിൽ തന്നെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയിരുന്നു. കാരണം സന്ദീപ് വചസ്പതി ആയിരുന്നു ഈ ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ച് മത്സരത്തിന് നിന്നിരുന്നത്. സന്ദീപ് അവിടെ ആ തെക്കൻ മേഖലയുടെ BJPയുടെ ചുമതലയുള്ള ആൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദീപിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രചാരണത്തിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 5 പഞ്ചായത്തുകൾ BJPക്ക് ലഭിച്ചു. അതായത് സംസ്ഥാനത്ത് അത്തരത്തിൽ മണ്ഡലങ്ങൾ എടുത്താൽ 5 പഞ്ചായത്ത് BJP ഭരിക്കുന്ന ഇടങ്ങൾ വിരളമാണ്. അങ്ങനെ ഒരു ഇടമാണ് ഈ ചെങ്ങന്നൂർ എന്നുള്ളത്. അപ്പൊ കൃത്യമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം BJPക്ക് ഉള്ളൊരിടമാണ്. ശ്രീധരൻപിള്ള മത്സരിച്ച സമയത്ത് 42,000-ഓളം വോട്ടുകൾ അവർ പിടിച്ച ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ കൃത്യമായി A ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞെടുത്ത് എന്തുകൊണ്ട് മികച്ച സ്ഥാനാർത്ഥി വന്നില്ല എന്നുള്ള ചോദ്യം അവിടെ തുടക്കം തൊട്ട് ഉയർന്നിരുന്നു. സന്ദീപ് വചസ്പതി അവിടെ കേന്ദ്രീകരിച്ച് അവിടെ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു നിന്നിരുന്ന സന്ദീപ് വചസ്പതിയെ ഹരിപ്പാടേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. ഹരിപ്പാടും സന്ദീപ് കൃത്യമായ ഒരു പ്രകടനം അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അവിടെ നല്ലൊരു മത്സരം
ത്രികോണ മത്സരം കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ വേരോട്ടമുള്ള ഒരിടത്തു നിന്ന് ഒരാളെ പെട്ടെന്ന് പറിച്ചു മാറ്റിയതും അവിടെ സ്വതവേ ദുർബലനായ ഒരു സ്ഥാനാർത്ഥി കടന്നു വരികയും ചെയ്തതാണ് വലിയ ആരോപണങ്ങളിലേക്ക് വഴിവെച്ചിരുന്നത്. എന്തായാലും നിലവിൽ സജി ചെറിയാൻ പറയുന്നത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി, ദുർബലനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നിടത്ത് മത്സരം നടക്കുന്നത് BJPയും LDFും തമ്മിലെന്നാണ് CPMന്റെ തന്നെ ജില്ലയിലെ മുതിർന്ന നേതാവായി സജി ചെറിയാൻ പറഞ്ഞു വെക്കുന്നത്. അത് എങ്ങനെ എന്നുള്ള ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു നിൽക്കുന്നത്. അതിനകത്ത് എബി കുര്യാക്കോസ് പറയുന്ന ചില ആരോപണങ്ങളുണ്ട്. അത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കാരണം എബി കുര്യാക്കോസ് പറയുന്നത് നേരത്തെ തന്നെ സജി ചെറിയാൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശങ്ങൾ ഉണ്ടായി. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ വെട്ടിലാക്കിയ ഒരു പരാമർശം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ മലപ്പുറത്തെയും കാസർഗോഡെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം അതിൽ വിജയിച്ച ആളുകളുടെ പേരുകൾ നോക്കിയാൽ മനസ്സിലാകും അവിടെ വർഗീയ ധ്രുവീകരണം നടന്നിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സജി ചെറിയാന്റെ പരാമർശം. അത് പിന്നീട് തിരുത്താൻ സജി ചെറിയാൻ തയ്യാറായില്ല. പാർട്ടി അതിനെ മറ്റു രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് മറുപടി പറയാനോ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ സമസ്തയടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ പിന്നീട് സജി ചെറിയാന് ആ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തേണ്ടി വരികയും ഒപ്പം തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞ സജി ചെറിയാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു പത്രപ്രസ്താവനയിലൂടെ പ്രസ്താവന ഇറക്കി ആ വിഷയത്തെ കൈകാര്യം ചെയ്ത് പോയത്. അപ്പോൾ ചെങ്ങന്നൂരിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ട്. BJPയും LDFും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളെയാണ്. അതായത് ഉണ്ടായ പ്രശ്നങ്ങളെ മറികടന്ന് ഇത്തരമൊരു പ്രസ്താവനയിലൂടെ കൊണ്ടുവന്ന് അതിനെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമമാണ് നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ എബി കുര്യാക്കോസ് വ്യക്തമാക്കുന്നത്. അത് രാഷ്ട്രീയമായി, കാരണം ചെങ്ങന്നൂരിൽ മത്സരം നടക്കുന്നത് ഇപ്പോൾ BJPയും LDFും തമ്മിലല്ല എന്നുള്ളത് ആ മണ്ഡലം സന്ദർശിക്കുന്ന ആർക്കും മനസ്സിലാകും. കാരണം അവിടെ മത്സരം നടക്കുന്നത് എബി കുര്യാക്കോസും ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥി എബി കുര്യാക്കോസും ഒപ്പം സജി ചെറിയാൻ തമ്മിലാണ് മത്സരം നടക്കുന്നത്. അവിടെ ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത് അത് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ച് അവരുടെ വോട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയാണ് ഈ മത്സരം എന്നുള്ള രീതിയിലുള്ള ഒരു ധ്വനി വരുത്തി തീർക്കാനാണെന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് ആരോപണ പ്രത്യാർത്ഥി തിരഞ്ഞെടുപ്പിന്റെ ഒരു അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ള രീതിയിലേക്ക് വോട്ട് അവസാന നിമിഷവും പിടിച്ചെടുക്കാൻ, കാരണം ഇത്തവണ അത്ര ഈസി വോക്ക് ഓവർ ആണോ ചെങ്ങന്നൂരിൽ നോക്കുകയാണെങ്കിൽ ഈ BJP ഡീൽ ഒഴിച്ച് അവിടെ UDF സ്ഥാനാർത്ഥിയും ശക്തനാണ് എന്ന് തന്നെ പറയാം. പ്രാദേശികമായി സ്വാധീനമുള്ള ആളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല മത്സരത്തിലേക്ക് LDFും UDFും അവിടെ പോകുന്നുണ്ട് എന്ന് പറയാം. അവിടെ BJP വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയായിരിക്കും ആ തെരഞ്ഞെടുപ്പിൽ ഫലം നിർണ്ണയിക്കുന്നത്. അത് ഒരുപക്ഷെ BJP നേരത്തെ ഡീൽ വിവാദം അടക്കം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിരിക്കും. അവിടെ എത്രമാത്രം BJP വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു, അത് ആർക്ക് പോയി എന്നുള്ള ചോദ്യം, ആരാണ് വോട്ട് ഷെയർ ഉയർത്താൻ പോകുന്നത്, കിട്ടുന്ന വോട്ടുകൾ ഉയർത്താൻ പോകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും ഇപ്പോഴും തുടക്കത്തിൽ തുടങ്ങിയ ഡീൽ വിവാദം ഇപ്പോഴും ചെങ്ങന്നൂരിൽ പുകയുന്നു. അതൊരു മറ്റൊരു തലത്തിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലും കടന്നു വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. യെസ്, അതാണ് എന്തായാലും ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചെങ്ങന്നൂരിലെ പോരാട്ടത്തിന്റെ പ്രത്യേകത. ഇത്തവണ അവിടെ നിലവിലെ മന്ത്രി മത്സരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നാട്ടുകാർക്ക് കൂടി സ്വീകാര്യനായ എതിരാളിയാണ് എന്നതുകൊണ്ടാണ് കടുത്ത മത്സരം. പലപ്പോഴും നമുക്കറിയാം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന നിരവധിയായ പേരുകൾ അത് നേരത്തെയുമുണ്ട്. സാക്ഷാൽ VS അച്യുതാനന്ദൻ തന്നെ, ഇടതുമുന്നണിയുടെ മുഖമായിട്ടുള്ള VS അച്യുതാനന്ദൻ പരാജയപ്പെട്ട ചരിത്രം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ യുവ നേതാക്കളുടെ പട്ടിക പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം സ്വരാജ് ഇത്തവണ മത്സരരംഗത്തില്ല. സ്വരാജിനെ പോലെയുള്ള വലിയ പിന്തുണയൊക്കെ ഉണ്ട് ഇടതുമുന്നണിയിൽ എന്ന് പറയുമ്പോഴും തൃപ്പൂണിത്തറയിൽ നിന്ന് വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത സാഹചര്യം ആണ് ഉള്ളത്. മറുഭാഗത്ത് പരിശോധിച്ചാലും ഇത്തരത്തിലൊക്കെ ജനപ്രിയർ ആയിട്ടുള്ള പലരും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന് കാരണം ശരണ്യ സൂചിപ്പിക്കുന്ന പോലെ മണ്ഡലത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന ആളുകൾ, ചില ആളുകൾ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെയൊക്കെയുള്ള നേതാക്കൾ സ്ഥിരമായി ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ട്. KM മാണിയെ പോലെയുള്ളവർ മണ്ഡലം മാറാത്ത സാഹചര്യമുണ്ട്. അതൊക്കെ ആ മണ്ഡലത്തിന് കൂടി സ്വീകാര്യനാകുന്ന പശ്ചാത്തലമാണ്. അപ്പോൾ മണ്ഡലത്തിന് പ്രിയപ്പെട്ട ആൾ ആണ് എങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ആളുകൾ മത്സരിച്ചാൽ വിജയിക്കണമെന്നില്ല. അത്തരം ചില സ്വാധീനം കൂടി അല്ലെങ്കിൽ അത്തരം മണ്ഡലത്തിലെ സ്വാധീനം കൂടിയാണ് വിജയ പരാജയങ്ങളെ പലപ്പോഴും നിശ്ചയിക്കാറുള്ളത് എന്നതാണ്. അവിടെയാണ് ഇപ്പോൾ വേറിട്ട ഒരു പോരാട്ടം ചെങ്ങന്നൂരിൽ നടക്കുന്നു എന്ന ചിത്രം ശരണ്യ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.